കോവിഡ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോഴും ഒരു ഞെട്ടലാണ്. കാരണം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തുണ്ടാക്കിയ അസാധാരണമായ സാഹചര്യങ്ങൾ പലതായിരുന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. 2020 കോവിഡ് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും തുടരുന്ന ഒരു ആശയക്കുഴപ്പം, എവിടെ നിന്നാണ് കോവിഡ് വൈറസ് ഉത്ഭവിച്ചത്? ആശയക്കുഴപ്പങ്ങൾ നിരവധിയാണ്. ചൈനയിലെ വുഹാൻ മാർക്കറ്റായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നതാണ് നമ്മളെല്ലാവരും വിലയിരുത്തപ്പെട്ടത്. പൊതുവിൽ വിദഗ്ധർ പങ്കുവെച്ച വിവരങ്ങളും അങ്ങനെയാണ്. പക്ഷേ അമേരിക്കയുടെ ആരോഗ്യ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ അന്നേ എഴുതി വെച്ചു, വുഹാൻ മാർക്കറ്റ് അല്ലായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന്. അപ്പോൾ എവിടെയാണ്? ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. കാണാം റിപ്പോർട്ട്. കോവിഡ് എന്ന മഹാമാരി ലോകത്തുണ്ടാക്കിയ അസാധാരണ സാഹചര്യം നാം കണ്ടതാണ്. ഇപ്പോഴും നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർ നിരവധിയുണ്ട്. 2020 തുടക്കത്തിലാണ് ഈ രോഗത്തിൻ്റെ തീവ്രത ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുന്നതും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാവുന്നതും. 70 ലക്ഷത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെയാകെ മാറ്റിമറിച്ച, കോവിഡിന് മുമ്പും ശേഷവും എന്ന നിലയിൽ ലോകക്രമം തന്നെ മാറ്റിയെഴുതിയ ആ മാരക വൈറസ് എവിടെ നിന്നും പടർന്നു? പല സാധ്യതകൾ പറയുമ്പോഴും ഇന്നും അജ്ഞാതമാണ് അതിൻ്റെ ഉറവിടം. 2020 ലോകം പടർന്നു പിടിച്ചത് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലെ ഒരു മാർക്കറ്റിൽ നിന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. ലോകത്ത് കോവിഡ് പടരാൻ കാരണം ചൈനയാണെന്ന് മുഖ്യപ്രചരണം നടത്തിയത് അമേരിക്കയാണ്. പക്ഷേ ഇതാ ഇപ്പോൾ രോഗം പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്നല്ലെന്ന് പറയുന്നു അമേരിക്കയുടെ മുൻ ആരോഗ്യ ഉപദേഷ്ടാവ് ആന്റണി ഫൗച്ചി. 2020 ജനുവരിയിൽ തന്നെ അന്നത്തെ വൈറ്റ് ഹൗസിൻ്റെ മുഖ്യ മെഡിക്കൽ ഉപദേഷ്ടാവായിരുന്ന ആന്റണി ഫൗച്ചി കോവിഡ് വൈറസിൻ്റെ ഉത്ഭവം വുഹാനിലെ മാർക്കറ്റിൽ നിന്നല്ലെന്ന് തൻ്റെ ഡയറിയിൽ കുറിച്ചു. പക്ഷേ അദ്ദേഹം അത് പുറത്ത് പൊതുവേദിയിൽ പറഞ്ഞിരുന്നത് രോഗത്തിൻ്റെ ഉറവിടം വുഹാൻ മാർക്കറ്റിൽ നിന്ന് തന്നെയാണെന്നാണ്. അതായത് തൻ്റെ ബോധ്യം മറച്ചുവെച്ച് തെറ്റായ കാര്യങ്ങൾ ആന്റണി ഫൗച്ചി പ്രചരിച്ചു എന്ന ആക്ഷേപം കൂടി അദ്ദേഹം നേരിടുന്നുണ്ട്. സർക്കാർ നടത്തിയ പരിശോധനയിലാണ് മുൻ ആരോഗ്യ ഉപദേഷ്ടാവിൻ്റെ ഡയറി കുറിപ്പുകൾ കണ്ടെത്തുന്നത്. ആന്റണി ഫൗച്ചിയുടെ ഡയറി കുറിപ്പ് ഇങ്ങനെയാണ്: ചൈന ഒരു പുതിയ രോഗബാധയെ നേരിടുകയാണെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രോഗബാധ മനുഷ്യരിലേക്ക് വ്യാപിച്ചിരുന്നു. അതിനാൽ വൈറസിന് തലമുറകളായി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് തുടർച്ചയായി പടരാനുള്ള അവസരം ലഭിച്ചു എന്നതാണ് അദ്ദേഹത്തിന് കണ്ടെത്തൽ. തുടക്കത്തിൽ ചൈനീസ് അധികൃതർ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുന്നില്ലെന്നും ആദ്യത്തെ 27 കേസുകളും മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, മാർക്കറ്റല്ല രോഗത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. അത് രോഗവ്യാപനം ശക്തമാക്കിയ മാത്രമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അതായത് രോഗത്തിൻ്റെ ഉത്ഭവം വുഹാൻ മാർക്കറ്റല്ലെന്ന് ഫൗച്ചി വിലയിരുത്തുമ്പോഴും രോഗവ്യാപനത്തിന് ഈ മാർക്കറ്റ് പ്രധാന കാരണമാണെന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടർത്തുന്നുവെന്ന വാദത്തിലാണ് പലപ്പോഴും സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്. പക്ഷേ ലോകത്തിന് ഇന്നും അജ്ഞാതമാണ് രോഗം എവിടെ നിന്നും ഉത്ഭവിച്ചു എന്ന കാര്യം. ഇതുവരെ വൈറസിൻ്റെ ഉറവിടമായ മൃഗത്തെയോ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് പകർന്ന യഥാർത്ഥ സ്ഥലത്തെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ലാബിൽ നിന്നും പുറത്തു ചാടിയ വൈറസാണോ പിന്നീട് ലോകത്തെ വിറപ്പിച്ചത്? വൈറസ് ലാബിൽ നിന്നും ഉത്ഭവിച്ചുവെന്ന സിദ്ധാന്തം തുടക്കത്തിൽ തന്നെ ആരോഗ്യ വിദഗ്ധർ തള്ളിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യം കോവിഡിൻ്റെ ഉത്ഭവം ഏതെങ്കിലും ലാബിൽ നിന്ന് തന്നെയാണെന്ന വാദത്തിന് കൂടുതൽ സാധ്യത നൽകുകയാണ്. അപ്പോഴും മറ്റൊരു ചോദ്യം നിലനിൽക്കുന്നു: ആരെങ്കിലും ബോധപൂർവം സൃഷ്ടിച്ചതാണോ ഈ കോവിഡ് വൈറസിനെ? സാധ്യത തള്ളാനാവില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.